തെറ്റ് തിരുത്താൻ ഇനിയും സമയമുണ്ട്. തെറ്റ് തിരുത്തിയാൽ ഞങ്ങൾ സ്വീകരിക്കാം. പറയുന്നത് ലാലു പ്രസാദ് യാദവ്. ഇത് കേൾക്കേണ്ട നിയോഗം നിതീഷ് കുമാറിന്. നിതീഷ് കുമാറിനോട് ലാലു പ്രസാദ് യാദവ്, RJD നേതാവ് ലാലു പ്രസാദ് യാദവ് അന്തിമ ശാസനം കൊടുത്തിരിക്കുന്നു. തെറ്റ് തിരുത്തി മടങ്ങി വരാം. മടങ്ങി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം. മറ്റ് പദവികളും തരാം. വരിക മടങ്ങി. ഇല്ലെങ്കിൽ ഞങ്ങൾ പിളർത്തും നിങ്ങളുടെ പാർട്ടിയെ. നിതീഷ് കുമാറിന് ലാലു പ്രസാദ് യാദവിന്റെ വാക്കുകൾ ഇടുത്തിയായി മാറിയിരിക്കുന്നു. JDU ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലാണ്. MLA-മാർ, ഒരു വിഭാഗം MLA-മാർ നിതീഷ് കുമാറിന് എതിരാണ്. BJP ബാന്ധവത്തോടുകൂടി JDU തകർന്നിരിക്കുന്നു എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. BJP ബാന്ധവം നിതീഷ് കുമാർ ആരംഭിച്ചെങ്കിലും നിതീഷ് കുമാർ പ്രതീക്ഷിച്ചതുപോലെ ഒരു കോപ്പം BJP നൽകിയില്ല. പ്രധാന മന്ത്രിസ്ഥാനങ്ങളിലെല്ലാം BJP-ക്കാരാണ്. സ്പീക്കർ സ്ഥാനം പോലും JDU-വിന് നൽകിയില്ല. ഇത്രയും അവഗണിക്കപ്പെട്ട് എന്തിന് BJP-ക്കൊപ്പം നിൽക്കണം, NDA-ക്കൊപ്പം നിൽക്കണം എന്നാണ് JDU-വിലെ ഭൂരിഭാഗം MLA-മാരും ചോദിക്കുന്നത്. നിതീഷ് കുമാറിന്റെ ഭരണത്തോടുള്ള ആസക്തി, ഭരിക്കാനുള്ള ആസക്തി, അതാണ് BJP-യുടെ ലാവണത്തിൽ വീണ്ടും കൊണ്ടുപോയി JDU-വിനെ കെട്ടിയിട്ടതെന്ന് MLA-മാർ കരുതുന്നു. MLA-മാർ പ്രത്യക്ഷമായി ആരോപണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ JDU MLA-മാർ കൂട്ടത്തോടെ RJD-യിലേക്ക് പോകും എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. RJD ആകട്ടെ JDU-വിനെ പിളർത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. RJD-ക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ലാലു പ്രസാദ് യാദവ് തന്നെയാണ്. അവരുടെ സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവ്. അനാരോഗ്യം മറികടന്ന് അദ്ദേഹം രംഗത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിതീഷ് കുമാറിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. തെറ്റ് തിരുത്തിയാൽ തിരികെ വരാം. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോകും. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എക്കാലവും അധികാര രാഷ്ട്രീയത്തിന്റെ പിമ്പായിരുന്നു നിതീഷ് കുമാർ. അയാൾക്ക് അധികാരം എപ്പോഴും വേണമായിരുന്നു. അതുകൊണ്ടാണ് BJP അങ്ങ് പിന്തുണച്ചത്. BJPയെ പിന്തുണയ്ക്കുമ്പോൾ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേക പദവി നൽകില്ല എന്നുള്ളത് ഉറപ്പായി. പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം എന്ന് പറഞ്ഞിരുന്നു. അതും കിട്ടുമോ എന്നുള്ളത് വലിയ ചർച്ചയാണ്. എന്തായാലും നിതീഷ് കുമാർ വിചാരിച്ച പോലൊന്നും നടന്നില്ല. BJP നിതീഷ് കുമാറിനെ കറിവേപ്പിലയാക്കി മാറ്റി. മറ്റൊരു പാർട്ടി TDP-യാണ്. TDP-ക്കും പലവിധ ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ TDP വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുന്ന പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആന്ധ്ര രാഷ്ട്രീയമാണ് പ്രധാനം. ആന്ധ്രയിൽ രാഷ്ട്രീയം കളിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ BJP-യുടെ പിന്തുണ വേണം. അതാണ് അവരുടെ രീതി. പക്ഷേ ഇവിടെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. നിതീഷ് കുമാറിനെ ചതിയൻ എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു കൂടെയുള്ള MLA-മാർ. അധികാരത്തിന് വേണ്ടി ആരെയും ഒറ്റുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് അവർ പറയാതെ പറയുന്നു. മാത്രമല്ല, നിതീഷ് കുമാറിന്റെ MLA-മാർ കൂട്ടത്തോടെ ലാലു പ്രസാദിന്റെ RJD-യിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ലാലു പ്രസാദ് യാദവിന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നത്. തെറ്റ് തിരുത്താൻ ഇനിയും സമയമുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിതീഷ് കുമാർ ഒറ്റയ്ക്കാകും. MLA-മാരെല്ലാം RJD-യിൽ.